കോഴിക്കോട് 9 വയസ്സുകാരിയെ കാറിടിച്ചിട്ട് നിർത്താതെ പോയ കേസിൽ പ്രതിയായ ആൾ കസ്റ്റഡിയിലായി എന്ന നല്ല കാര്യം നടന്നിട്ടുണ്ട്. സംഭവം നടന്ന് 1 കൊല്ലം കഴിയുമ്പോഴാണ് വടകര പുറമേരി സ്വദേശി ഷെജിൽ കസ്റ്റഡിയിലായത്. കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും കോമയിലാണ്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് മിഥില ബാലൻ ചേരുകയാണ് നമുക്കൊപ്പം. മിഥില, ഗുഡ് മോർണിംഗ്. വല്ലാത്ത സങ്കടകരമായ കാര്യമാണ്. ഈ കുട്ടി 1 കൊല്ലമായി കോമയിലാണ് അല്ലേ? ഓക്കെ, പറയും. തീർച്ചയായും എസ്കെൻ, ഇപ്പോൾ ഞാനുള്ളത് മെഡിക്കൽ കോളേജിന് സമീപത്തെ വാടക വീട്ടിലാണ്. തൃഷാന അവിടെയാണ് ഇപ്പോൾ ചികിത്സാർത്ഥമാണ് ഇപ്പോൾ ഈ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. പ്രതി അറസ്റ്റിലായി എന്നുള്ളത് ഏറ്റവും ശുഭകരമായ വാർത്തയാണ്. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ തീരാ കണ്ണീരാണ് നമ്മൾ ഈ വീട്ടിൽ വന്ന സമയത്ത് കാണുന്നത്. ഇപ്പോൾ തൃഷാനയുടെ അച്ഛൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് കോയമ്പത്തൂരിൽ. എന്താണ് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്? പ്രതിനെ പിടിച്ചിട്ട് നിയമങ്ങൾ വഴിക്കെടുക്കണം. പിന്നെ സാമ്പത്തിക വർഷം കൊണ്ട് കുട്ടീനെ വേഗം ഡെവലപ്പായിട്ട് എടുക്കണം. ഇത്രയും നമുക്ക് പറയാം. കൂടുതൽ സംസാരിക്കാൻ പറ്റും. അവർ സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അമ്മ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഇപ്പോൾ ഒടുവിലിപ്പം പ്രതി കസ്റ്റഡിയിലായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? പ്രതിക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഇനി വരാൻ പാടില്ല. വാഹനാപകടങ്ങൾ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഒരു ചെയ്യുകയും ചെയ്തിട്ട് അയാൾ ഇങ്ങനെ ഈ കേസ് കുറ്റം മറച്ചു വെച്ച് എന്നിട്ട് വാഹനത്തിന് ഇൻഷൂർ പണവുമായി അയാൾ ഗൾഫിൽ കിടക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളെ ഇങ്ങനത്തെ പണി ചെയ്യൂ. അയാളെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സംഭവിച്ചിട്ട് അയാൾ ഇങ്ങനെ ചെയ്തിട്ട് പോവുക. ഇത്രയും 1 കൊല്ലമായില്ലേ അയാൾ ഗൾഫിൽ കിടക്കുന്നത്. എൻ്റെ മോളെ അവസ്ഥ അയാൾ ടി വിയിലും ചാനലുകളിലെല്ലാം കാണുന്നില്ലേ? മനസാക്ഷിയുള്ള ആളാണെങ്കിൽ അന്ന് നമ്മളൊന്ന് വിളിക്കൂലേ? അപ്പോൾ അത്രയും ക്രിമിനലുള്ള ബുദ്ധിയുള്ള ഒരാളാണ്. അയാൾക്ക് നിയമപരമായിട്ടുള്ള നല്ല തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടണം. അയാളെ ശിക്ഷിച്ചാലേ അയാളെ പോലത്തെ എന്നും ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അയാൾക്കൊരു പാഠമായിരിക്കണം എല്ലാവർക്കും. വാഹനാപകടങ്ങൾ ഒരു ഇതായ കേസായെന്ന് പറഞ്ഞ് തള്ളുകയല്ല വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പരമാവധി ശിക്ഷ കോടതി കൊടുക്കുക വേണ്ടത്. എന്നാൽ ഇനി സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരാൾക്കും ചെയ്യാൻ തോന്നില്ല. അപകടം പറ്റിക്കഴിഞ്ഞാൽ പൂച്ചയും നായെന്നല്ലല്ലോ റോഡ് മേലിൽ കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. വാഹനാപകടത്തിലുള്ള ശിക്ഷയല്ല, അല്ലാണ്ട് തന്നെ അയാൾ ഈ ചെയ്തതിനുള്ള കുറ്റം അയാൾക്ക് കിട്ടിയിരിക്കണം. അത് മാത്രമാണ്. ഇപ്പം എൻ്റെ മോള് കിടക്ക് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. 1 കൊല്ലത്തിൻ്റെ മേലെയായി സ്കൂളിൽ പോകുന്ന മോളാണ്. ഇപ്പോൾ നമുക്ക് അതിനുള്ള ചികിത്സകൾ സഹായങ്ങളെല്ലാം ഇനി വേണം. ഇപ്പം പ്രൈവറ്റിൽ കിടക്കുന്ന വലിയ ലക്ഷങ്ങളാണ് പറയുന്നത്. അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇപ്പം ചാനലെല്ലാം കൊടുത്തിട്ട് ഫണ്ടും കാര്യങ്ങളും കുറച്ചേ ഉള്ളൂ. അതൊന്നും പോരാ. 1 മാസം 3 മാസം കിടക്കണം എന്നാണ് പറയുന്നത് പ്രൈവറ്റിൽ. 3 മാസം പ്രൈവറ്റ് കിടക്കുകയെന്ന് വെച്ചാൽ പൈസ എത്ര വേണം? മോളെ എടുത്ത് കിടക്കുമ്പോൾ 2 ആൾ നിൽക്കുമ്പോൾ നമ്മളെ ചിലവ് എല്ലാം വേണ്ടേ? അപ്പം അതിനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിൽ നിന്ന് ഇതുവരെ ആദ്യം ചാനൽ വന്നതിന് വീണ ജോർജ് പറഞ്ഞതിന് മോളെല്ലാ സഹായവും. പക്ഷേ ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ധനസഹായവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രസംഗിക്കുക എന്നല്ലാണ്ട് ഒരു സഹായവും കിട്ടില്ല. അതുകൊണ്ട് ഒരു ധനസഹായം കിട്ടിയിട്ട് എൻ്റെ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും സമയം എടുത്തിട്ട് ശരിയാവുമെന്നാണ് പറയുന്നത്. പക്ഷേ സമയമെടുത്ത് ശരിയാണെങ്കിൽ ചികിത്സ വേണമല്ലോ. ആ ചികിത്സാ സഹായം സാധാരണക്കാരായ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എല്ലാം വിറ്റ് പെറുക്കിയാലും മോളെ ചികിത്സിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ അതെല്ലാം വിറ്റ് പെറുക്കിയാലും അതിനുള്ള ഇത് കിട്ടൂല. അത്രയേ ഉള്ളൂ നമുക്ക് കൂലിപ്പണി. തീർച്ചയായും ഈ അമ്മേൻ്റെ വാക്കുകൾ, അതായത് ആരോഗ്യമന്ത്രി സഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സഹായം കിട്ടിയില്ല. തീർച്ചയായും നമ്മുടെ ഈ വാർത്ത ആരോഗ്യമന്ത്രി കാണുകയാണെങ്കിൽ ഇവർക്ക് സഹായം ലഭ്യമാകേണ്ടത് തന്നെയാണ്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. ഇനി ഈ കുഞ്ഞിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ധനസഹായം കൂടിയേ തീരുള്ളൂ. ഇനി കേസിൻ്റെ വശം നോക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രതി ഇപ്പോൾ കോയമ്പത്തൂരിലാണുള്ളത്. വടകര പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വടകര പോലീസിനെ ഈ ഷെജിലിനെ കൈമാറും. നിലവിൽ 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വാഹനാപകടം ഉണ്ടായി നിർത്താതെ പോയി, മറ്റൊന്ന് ഈ ഇൻഷുറൻസ് രേഖകൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരം എന്നത് ആ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു, പിടിയിലായിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് എന്തുതന്നെയായാലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണ്. എസ്കെ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവും ഈ കുടുംബത്തിന് വലിയ ഭാരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാറിടിച്ച് വീഴ്ത്തിയതിന് ശേഷം നിർത്താതെ പോകുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ആളുകളെ ഭയന്നൊക്കെ പല ആൾക്കാരും പോകാറുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. കാരണം ഒരു കുടുംബം അതോടെ വഴിയാധാരമാകുന്നു എന്ന് കൂടി നമ്മൾ അറിയുക.